ഇന്നെൻ്റെ ഫ്രീസർ ചെറുതായിട്ടൊന്ന് പണി മുടക്കി. ഇത് ഫ്രീസർ ഓണാണ്, പക്ഷെ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം തേങ്ങയും കുറച്ചെന്തോ ഉണ്ട് ഇതിൽ. ബാക്കിയെല്ലാം ഞാൻ എടുത്ത് മാറ്റി. കാരണം ഐസിങ് പ്രോസസ്സ് ഒന്നും നടക്കണില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് എടുത്ത് മാറ്റി. ആണെങ്കിൽ അവിടെ ഇരുന്നോളും, 1 മണിക്കൂറും കൂടി ഇരുന്നോളും, കുഴപ്പമില്ല. അത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ഫ്രീസറിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണ ആളാണല്ലോ. അപ്പോൾ അതുപോലെ കുറച്ച് ബ്രെഡ്, ഇത് ഞാൻ ബ്രെഡ് ക്രംസിന് വേണ്ടി വച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് വച്ചിരുന്ന പിന്നെ ഇതെല്ലാം സ്റ്റോർ ചെയ്യണത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പിസ്സയിലൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രോസൺ ചെയ്ത് വെക്കും. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ എന്നാലും ഇതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാം എന്ന് കരുതിയിട്ട് എടുത്തതാണ്. അതുപോലെ കുറച്ച് ചിക്കൻ്റെ പാർട്സ്, ഇതും ഫ്രീസറിലുണ്ടായിരുന്നതാണ്. അപ്പം നമ്മൾ ഈ ഫ്രീസറൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പണി മുടക്കുന്ന സമയത്തെ ഇതുപോലെ ഫ്രീസറിൽ നിന്നുള്ള എല്ലാ ഐറ്റംസും പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ ചെയ്തു വെക്കാം. അതായത് കേടായി പോകുന്നതൊക്കെ പൊടികളൊക്കെ ചേർത്ത് അങ്ങോട്ട് വേവിച്ച് വെക്കുക. പിന്നെ നമുക്ക് സൗകര്യം പോലെ അത് ഏത് രീതിയിലേക്കും വേണമെങ്കിൽ ആക്കിയെടുക്കാമല്ലോ. കുക്കറിലുണ്ട് കുറച്ച് മട്ടൺ ഇരുന്നത്, ഞാനിതിൻ്റെ കറിയാക്കി വെച്ചു. അതുപോലെ പത്തിരിയുടെ പാക്കറ്റ് വാങ്ങി ഫ്രോസൺ ചെയ്ത് വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാം കേട്ടോ. എടുക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് പാനിലിട്ടിട്ട് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതെടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചു. പിന്നെ ചക്ക സ്റ്റോർ ചെയ്യുന്ന രീതി ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ച് പച്ചച്ചക്ക വന്നിരുന്നത് എടുത്തു വെച്ചതാണ്. അതും അതിൻ്റെ കംപ്രസർ വർക്ക് ചെയ്യാണ്ടായപ്പോൾ മെൽറ്റായി തുടങ്ങി. കണ്ടോ, ഇതൊന്ന് വേവിച്ച് വെക്കാം. വെറുതെ ഉപ്പിട്ട് നമ്മൾ വേവിച്ച് വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാമല്ലോ. ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ പിന്നെ വേവിച്ചിട്ട് ഫ്രിഡ്ജിലേക്കായാലും വെക്കാമല്ലോ. അങ്ങനെ കിച്ചൺ ആകെ അലങ്കോലമായി കിടക്കുക. പിന്നെ അടുത്തത് ചിക്കൻ, അതും ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചു. ഇനി ഇതും ഇത്തിരി പൊടികളൊക്കെ ചേർത്ത് തൽക്കാലം നമുക്ക് പുറത്ത് വേവിച്ച് വെക്കാം. പിന്നീട് നമുക്കത് ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് ഭയങ്കര പണിയായിരുന്നു കേട്ടോ. ഭയങ്കര പണി കിട്ടിയ ദിവസമാണ്. നമ്മുടെ ഈ ഫ്രിഡ്ജ് കേടായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പണികളൊക്കെ കിട്ടും. പിന്നെ അതേ പാല് കുറച്ചുണ്ടായിരുന്നു, അത് 2 സെക്ഷനായിട്ട് ഞാൻ തിളപ്പിച്ച് വെച്ചു. ഇത് തൈരാക്കാം. ഇത് 1 ദിവസമുള്ള പഴക്കമുള്ള പാലാണ്. ഇത് ഫ്രഷ് മിൽക്ക് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടുകളിൽ നിന്ന് വാങ്ങണ പാല ഫ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോൾ ഇതാണ് ഇന്നത്തെ കിച്ചണിൻ്റെ അവസ്ഥ. കണ്ടില്ലേ, ഫ്രീസർ ഒന്ന് വർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ കിട്ടിയ പണികൾ. പിന്നെ അടുത്തത് ചിക്കൻ, അത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചു. ഇനി ഇതും ഇത്തിരി പൊടികളൊക്കെ ചേർത്ത് തൽക്കാലം നമുക്ക് പുറത്ത് വേവിച്ച് വെക്കാം. പിന്നീട് നമുക്കത് ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് ഭയങ്കര പണിയായിരുന്നു കേട്ടോ. ഭയങ്കര പണി കിട്ടിയ ദിവസമാണ്. നമ്മുടെ ഈ ഫ്രിഡ്ജ് കേടായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പണികളൊക്കെ കിട്ടും. ചിക്കനിലേക്ക് ഞാൻ തൽക്കാലം കുറച്ച് ഉപ്പും പിന്നെ പൊടികളും ചേർത്ത് വേവിച്ച് വെക്കാമെന്ന് കരുതി. ഓക്കെ, കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാം. ഓക്കെ, അതുപോലെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം മതി. ഇത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ തൽക്കാലം, അല്ലെങ്കിൽ ചീത്തയായി പോവില്ലേ. മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഓക്കെ, തൽക്കാലം ഇത്രയും ചേർത്തിട്ടേ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇങ്ങനെ പൊടികൾ ചേർത്ത് വെച്ച ചിക്കൻ 1 മണിക്കൂറൊക്കെ പുറത്തിരുന്നോളും, കുഴപ്പമില്ല. അപ്പോൾ ഈ 1 മണിക്കൂറിനുള്ള ആൾ വന്നാൽ
ഞാനിത് ഫ്രീസറിലേക്ക് തന്നെ കയറ്റി വെക്കും, മസാലയൊക്കെ തേച്ചിട്ട്. അത് മസാലയുടെ കുത്ത്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനത് കുക്ക് ചെയ്യും, വെറുതെ വേവിച്ച് വെക്കും. എന്നിട്ട് പിന്നെ ഫ്രൈ ചെയ്യുമോ ഗ്രേവി ആക്കോ എന്തുകൊണ്ടെങ്കിലും ചെയ്യാമല്ലോ. എന്തായാലും ഇരിക്കട്ടെ. ഇത്രയും ചെയ്തു വെച്ചാൽ ഒരു പ്രിസർവേറ്റീവ് പോലെ ഇരുന്നോളും. അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ഐറ്റം നമ്മുടെ ഫിഷാണിതേ. കുറച്ച് ഫിഷ് ഉണ്ടായി, അതിൻ്റെ എല്ലാം ഐസൊക്കെ വിട്ട് മെൽറ്റായി. പക്ഷേ നല്ല കൂളിംഗ് ഉണ്ട്, തണുത്താണ് ഇരിക്കുന്നത്, ഐസിങ് ഇല്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് മുളകൊക്കെ തേച്ച് വെക്കണം. എന്നിട്ട് പിന്നെ ഫ്രീസർ ശരിയാവണമെങ്കിൽ ഫ്രീസറിലേക്ക് കയറ്റാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ കറിയാക്കണം. അപ്പോൾ അതൊരു ടാസ്ക്. അതാണ് ഇന്നത്തെ മെയിൻ കിട്ടിയ പണി. രാവിലെ എഴുന്നേറ്റപ്പോൾ കിട്ടിയ പണികളാണ് കേട്ടോ. കാരണം രാത്രി ഫ്രിഡ്ജ് വർക്ക് ചെയ്യാതായിട്ടുണ്ട്. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ എല്ലാം ഐസൊക്കെ വിട്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്, അതിൻ്റെ കൂളിംഗ് ഉണ്ട്, ഐസിങ് മാത്രമേ വർക്കാവാത്തേ ഉള്ളൂ. അപ്പോൾ ഇനി എൻ്റെ കിച്ചണൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കട്ടെ. ഫ്രീസർ ഒന്ന് വർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ കിച്ചണൊക്കെ ആകെ അലങ്കോലായി. ഓക്കെ, ഇതെല്ലാം ഒന്നെടുത്ത് വച്ചിട്ട് നമുക്കാകെ തലക്ക് വട്ട് പിടിക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. ഫ്രീസറൊക്കെ ഇങ്ങനെ വർക്ക് ആവാണ്ടിരുന്നാലേ എല്ലാം ഓർഡർ തെറ്റുമല്ലോ. എല്ലാം വലിച്ചു വാരി പുറത്തേക്കിട്ട് കിച്ചണൊക്കെ വൃത്തികേടാവും. പിന്നെ അത് ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ. അത് മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഫ്രീസറൊക്കെ വർക്ക് ചെയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, ഇതെല്ലാം കൂടി എന്ത് എടുത്ത് വെക്കും, പിന്നെ ഒക്കെ ചെയ്യും. പക്ഷേ പിന്നീടാണ് ഇങ്ങനെ ഫുഡ് ഐറ്റംസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. പിന്നെ ഇനി ചീസ്, വിപ്പിംഗ് ക്രീം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അത് ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഞാൻ നോക്കും, ആൾ വന്നില്ലെങ്കിൽ അത് നമുക്ക് അടുത്ത വീടുകളൊക്കെ ഉണ്ട്, അവരുടെ ഫ്രീസറിലേക്കൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇതിപ്പോൾ എല്ലാവരുടെയും വീടുകളിലും ഫ്രീസറൊക്കെ ആവശ്യമുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ കുക്ക് ചെയ്ത് വെച്ചു. മറ്റേത് ഞാൻ വൈകാതെ തന്നെ ശരിയായില്ലെങ്കിൽ, ഫ്രീസർ ശരിയായില്ലെങ്കിൽ മാറ്റും. പച്ചച്ചക്ക ഞാൻ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ച് വെക്കട്ടെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഐസൊക്കെ വിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടോ. ക്ലീൻ ചെയ്തൊക്കെ വെച്ചതായിരുന്നു. പക്ഷേ അതിങ്ങനെ ഐസ് മെൽറ്റായിട്ടേ ഒരു ടെക്സ്ചറൊക്കെ മാറിയില്ലേ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തു. അപ്പം ഇനി അതൊന്ന് വേവിച്ച് വയ്ക്കാം. മിക്സ് ചെയ്തിട്ട് വെന്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് ഉച്ചയ്ക്ക് തോരനോ മെഴുക്ക് വരട്ടിയോ ഉടച്ചേറിയോ എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ. പച്ചച്ചക്ക വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി കുടിക്കും. അടച്ച് വെച്ചിട്ട് അവിടെ ഇരുന്ന് വേവിക്കാം. സിമ്മിലിടാം. ഇനി ഞാൻ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അതവിടെ ഇരുന്ന് വേവട്ടെ. ഇനി ചിക്കൻ നമുക്കൊന്ന് വേവിച്ച് വെക്കാം. അതായിരിക്കും നല്ലത്. ഞാൻ ആദ്യം ഫ്രീസറിലേക്ക് തന്നെ വയ്ക്കാം, ആൾ വരികയാണെങ്കിൽ എന്നാണ് കരുതിയത്. പക്ഷേ വേവിച്ച് വെക്കാം. വേവിച്ചിട്ട് വേണമെങ്കിൽ ഫ്രീസറിലേക്ക് വയ്ക്കാം. ഇപ്പോഴും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമുക്ക് കറിക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഏറ്റവും സിമ്മിലാക്കി പതുക്കെ കിടന്ന് വേവട്ടെ. സ്റ്റീൽ പാത്രത്തിൽ ഒരിക്കലും കുക്കിങ്ങിന് അങ്ങനെ വേവിക്കാൻ വെക്കരുത്. ഇത് അടികട്ടിയുള്ള നല്ല പോട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റീൽ പാത്രത്തിൽ വെച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെറുതെ കട്ടിയില്ലാത്ത സ്റ്റീൽ പാത്രങ്ങളിൽ വയ്ക്കരുത്, പെട്ടെന്ന് പുകഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഇന്ന് ഫ്രീസർ വർക്ക് ചെയ്യാത്തതിൻ്റെ പേരില്ലേ ഇന്ന് നല്ല അടിപൊളി ലാവിഷ് ഫുഡാണ്. രാവിലെ തന്നെ മട്ടൻ കറി, ചിക്കൻ്റെ പാർട്സ്, ചിക്കൻ, ഫിഷ്, ചക്ക, പത്തിരി, ഇല്ലാത്തതൊന്നുമില്ല. മട്ടൺ കറി. ഓക്കെ,
മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചാറൊക്കെ വറ്റിച്ചെടുക്കണം. നമ്മുടെ മട്ടൺ കറി സിമ്പിൾ മട്ടൺ കറി, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്യൊക്കെ ഉള്ളതുകൊണ്ടേ വഴറ്റിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ അതൊന്ന് ചാറൊന്ന് കുറുകിയെടുക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഓക്കെ. അതുപോലെ തന്നെ അതേ ഈ ഫ്രൈഡ് റൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ പെട്ടെന്ന് നമുക്ക് എടുത്ത് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്യാരറ്റും ബീൻസൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെക്കും. നല്ല ഫ്രഷായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോഴും നല്ല ഗ്രീനിഷായിട്ട് ഇരിക്കണം കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഐസ് മെൽറ്റായി. ഇനി ഇത് നമുക്ക് വേവിച്ച് വെക്കാം, തോരനാക്കാം. ഇനി അതിനെ പറ്റുള്ളൂ. അതുപോലെ മല്ലിയില ഞാൻ എപ്പോഴും പറയാറില്ലേ, കുക്കിങ്ങിന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രീസറിലേക്ക് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രീനിഷ് നഷ്ടപ്പെടുന്നു. അത് മല്ലിയില പുതിനയിലൊക്കെ വെച്ചതാണ് കണ്ടോ, വെള്ളമായി. പിന്നെ ഇത് എൻ്റെ ഗ്രീൻ കളറൊക്കെ പോയി. പിന്നെ ഗ്രീൻ കളർ ഇപ്പോഴും ചെറുതായിട്ടുണ്ട്, പക്ഷേ ആകെ മെൽറ്റായി കണ്ടോ. പക്ഷെ കളയണ്ട, കറിയിലേക്ക് എടുക്കാം. ചിക്കനും മട്ടനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇടാം. അപ്പോൾ അതങ്ങനെ. ഇനി ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ബീൻസ് ക്യാരറ്റ് ഞാൻ ഇത്തിരി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടോ. ഇതിപ്പോൾ വെന്ത് ഇത്ര മതി. ഇനി നമുക്ക് ഇത്തിരി കഴിയുമ്പോൾ തോരനോ മെഴുക്കുരട്ടിയാക്കാം. തോരനാക്കാം തേങ്ങ ഇട്ടിട്ട്. ചിക്കൻ വെന്തിട്ടുണ്ട്, അത് ഞാൻ ഓഫാക്കട്ടെ. ഒന്ന് അടച്ച് വയ്ക്കാം. ഇത്രയും മതി. ഗ്യാസ് ഓഫാക്കാം. രാവിലെ ആയി വരണേ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഫ്രീസർ ഇങ്ങനെ പണി മുടക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ട് തുടങ്ങണേ ഉള്ളൂ. എല്ലാം റെഡിയാക്കിയെടുക്കാം. ഓക്കെ. ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റാണ്. ഇവിടെ അത്യാവശ്യം കുറച്ച് വെയിൽ കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല, നിന്നോളും. പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങിയാൽ അതിൻ്റെ ആ എൻഡില്ലേ, അതുകൊണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം നനക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ ഈ പോട്ട് ഇന്നർ വെച്ചിട്ടുണ്ടല്ലോ, ഈ പോട്ടോട് കൂടി എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി താഴ്ഭാഗത്ത് കൂടി വെള്ളം വരുന്നത് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ അല്ലെങ്കിൽ റൂട്ടിനൊക്കെ വെള്ളം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതെല്ലാം അങ്ങനെ ഇരിക്കുന്ന പ്ലാന്റാണ്. ഇവിടെ ഇത്തിരി സൺലൈറ്റ് കിട്ടുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഒന്നിടട്ടെ. കുഴപ്പമില്ലാണ്ടിരുന്നോളൂ കേട്ടോ. കുറച്ച് നാളൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ ചിലപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഡാമേജൊക്കെ വരും കണ്ടോ, ഇങ്ങനെ യെല്ലോ കളറൊക്കെ വരും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ പറമ്പിൽ ഇതുപോലെ ഇത് മുറ്റത്ത് വെച്ച് പിടിപ്പിച്ചാൽ മതി ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പോൾ ഉള്ളപ്പോൾ ഇത് മാറ്റിയിട്ട് അതിൻ്റെ കട്ടിങ്സ് വെക്കാം. അല്ല, ഞാനിപ്പോൾ അങ്ങനെ തന്നെ സംസാരിക്കും. പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ പറമ്പ് കണക്ക് പപ്പായയുടെ തൈ ഞാൻ ഇവിടെയൊക്കെ വെച്ചിട്ട് എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടേ കപ്പളങ്ങ എന്താണ് കറുമൂസ പല പേരിലും അറിയും. ഇതൊക്കെ പപ്പായ 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 ഇത് മുള്ളാത്തി എന്ന് പറയുന്ന ഫ്രൂട്ടില്ലേ, മുള്ളാത്തി, അതെന്ന് തോന്നുന്നുണ്ട്. പച്ചതാ, കുറച്ച് നാളായി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഇതേ ഒരു മുള്ളാത്തിയല്ല മുള്ളാത്തായെന്ന് തോന്നുന്നുണ്ട്. എന്താണ് ചെരുപ്പ് ചെളിയിൽ കൊണ്ടുപോയി. രസമല്ലേ? ഇവിടെ നമ്മുടെ പ്ലാവ്, കായ്ക്കാത്ത പ്ലാവ്, കറിവേപ്പ്, ചെറുനാരങ്ങ തൈ
നമ്മുടെ ഗാർഡൻ ഒരു ബ്രൈഡൽ ബൊക്കെ എന്താ നല്ല രസമല്ലേ. അടീനിയം എന്താണ് പെറ്റൂണിയ പ്ലാന്റ് രസം. ഇതിൽ കൂടെ എന്നാട് കയറാം. ഓക്കെ, ടൈലൊക്കെ നന്നായിട്ട് കഴുകിയിട്ടൊക്കെ, അതുകൊണ്ടേ ഇപ്പം നമ്മൾ പറമ്പിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ചെളിയാണ് കാലിലൊക്കെ. ഇപ്പോൾ വഴക്കുറി കേട്ടോ, ഇവിടെയൊക്കെ ചെളിയാക്കിയെന്നും പറഞ്ഞ് ഇവിടെയൊക്കെ കഴുകിയിട്ടൊക്കെ. ബൊഗൈൻവില്ല ബ്രൈഡൽ ബൊക്കെ. അയ്യോ, പെൻഡ. ഞാൻ കയറട്ടെ, മതിയില്ലേ? കഴിഞ്ഞോ? എന്നാ വാ. ആ, തൈകൾ വാങ്ങി വെച്ചതാണ്. ജാതി നിൽക്കണതുകൊണ്ട് തെങ്ങ് ഇങ്ങനെ പെട്ടെന്ന് വളരില്ല, ചോല അധികം. ചേമ്പിൻതാള്, ഇവിടെ ഞാൻ ചേമ്പിൻതാള് എടുക്കാറ്, കണ്ടോ, ഫേവറേറ്റ്. പിന്നെന്താ, ഇപ്പം എല്ലാം പോയി, ഇതിനേക്കാളൊക്കെ നന്നായിട്ട് എല്ലാം ഉണ്ടായതാട്ടാ. അപ്പോൾ അത് നോക്കാറില്ല. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കണം. അങ്ങനെ അതാണ് ജാതിക്കൊക്കെ കൊഴിഞ്ഞു പോകും. ആ കായ പഴുത്താ മഞ്ഞ കളറായി. അതിൽ കാണോ? എവിടെ എവിടെ? ആ, അതെ 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 അതെ. എന്താ അതിൽ യെല്ലോ കളറായല്ലോ. രണ്ട് പൂവൻ വാഴയുണ്ട്. ഇത് പൂവൻകൊലയാണ്. ഇത് ഒരു 2 ദിവസം കഴിഞ്ഞത് വെട്ടാറയാവും. അത് പഴുപ്പിച്ച് കഴിക്കാം. ഒരു ചെറുത്, പിന്നെ ഒരു വലിയ കൊലയുണ്ട്. യെസ്, പിന്നെയൊക്കെ ജാതിയാണ്. തെങ്ങ് തൈയൊക്കെ ഇപ്പോൾ വാങ്ങി വെച്ചതാണ്. ജാതിക്കായൊക്കെ വളരെ മോശമായിട്ട് കിട്ടിയേക്കണുണ്ടോ? അതെ, കാല് കഴുകിയിട്ട് കയറാം. ഓക്കേ.